ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു റീഡിംഗ് ജേർണൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതെൻ്റെ പഴയൊരു നോട്ട് ബുക്കാണ് കേട്ടോ. ഞാൻ ഒരുപാട് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അവസാനമായി ഞാൻ വായിച്ചത് 2024 അതിനുശേഷം ഇപ്പോൾ ഈ വർഷം മെയ്യിലാണ് ഞാൻ വീണ്ടും റീഡിങ് സ്റ്റാർട്ട് ചെയ്തത്. സോ അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണമെന്ന് തോന്നി. വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇത് എൻ്റെ ഫസ്റ്റ് എവർ യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും കുറ്റമോ കുറവോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ നല്ല രീതിയിലുള്ള സജഷൻസും കാര്യങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞാനിന്ന് റീഡിംഗ് ജേർണലിൻ്റെ കവർ പേജ് ആൻഡ് സെക്കൻഡ് പേജാണ് ചെയ്യാൻ പോകുന്നത്. ബാക്കി പേജസ് ഞാൻ വരും വീഡിയോസിൽ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ റീഡിംഗ് വ്ലോഗ്സ്, ബുക്ക് റിവ്യൂസ്, DIY പ്രോജക്ട്സ്, റൂം മേക്ക് ഓവേഴ്സ് ആൻഡ് ഹോൾ വീഡിയോസ് പോലുള്ള കണ്ടൻസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോൻ്റെ ഇടയിൽ എൻ്റെ മോള് വന്നിട്ട് ഓരോ സാധനങ്ങളും വലിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ക്ഷമിച്ച് തന്നേ കേട്ടോ. ജസ്റ്റ് ഇഗ്നോർ ഹെർ. പണ്ട് ഞാൻ ഒരുപാട് ജേർണലിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു, ഈ നോർമൽ ഓർ ജങ്ക് ജേർണലിംഗ് ഒക്കെ. പക്ഷേ ഒരു റീഡിംഗ് ജേർണൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പല സ്പ്രെഡ്സും ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന പകുതി സപ്ലൈസും പിൻട്രസ്റ്റ് ഇമേജസ് ഡൗൺലോഡ് ആക്കിയിട്ട് പ്രിൻ്റ് എടുത്താണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ സ്റ്റിക്കേഴ്സ് ഇല്ല, പാറ്റേൺ പേപ്പേഴ്സ് ഇല്ല എന്നൊക്കെ വിചാരിച്ച് ജേർണലിംഗ് ചെയ്യാണ്ടിരിക്കണ്ട. ജസ്റ്റ് ഫോട്ടോസ് പ്രിൻ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ ജേർണലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ബുക്ക് വേണമെങ്കിലും യൂസ് ആക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ പഴയ ബുക്ക് എടുക്കാനുള്ള റീസൺ, ഈ വർഷം ഓൾമോസ്റ്റ് പകുതി ആവാറായപ്പോഴാണല്ലോ ഞാൻ റീഡിങ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഈ ഇയർ പഴയ ബുക്ക് യൂസ് ചെയ്തിട്ട് അടുത്ത ഇയർ തൊട്ട് പുതിയ ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ ഇയറിലും എനിക്ക് ഓരോ റീഡിംഗ് ജേർണൽ യൂസ് ആക്കാമല്ലോ. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂട്ടോ. ഇനി ഞാൻ എൻ്റെ വലിയ ആഗ്രഹം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. എൻ്റെ പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു ഹോം ലൈബ്രറി തുടങ്ങുക എന്നുള്ളതാണ്. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ നല്ലോണം സ്റ്റോറീസ് വായിക്കുന്നുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ബുക്സൊക്കെ കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ആദ്യം തന്നെ മലയാളം ആൻഡ് മലയാളം സെക്കൻഡ് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. ഈ മലയാളം മീഡിയം പഠിച്ച കുട്ടികൾക്ക് അറിയാമായിരിക്കും. അതിലുള്ള എല്ലാ സ്റ്റോറീസും ഞാൻ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കും. അന്ന് തൊട്ടുള്ള ആഗ്രഹമാണ് എനിക്ക് ഇഷ്ടമുള്ള ബുക്സിൻ്റെ ഒക്കെ ഒരു കളക്ഷൻ എനിക്ക് സ്വന്തമായിട്ട് വേണമെന്ന്. ഇൻഷാ അല്ലാഹ് ആ ആഗ്രഹം നടന്നു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ
ഫസ്റ്റ് പേജ് കഴിഞ്ഞു. ഇതിലിനി കുറച്ച് പണി മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ഞാൻ സെക്കൻഡ് പേജ് ചെയ്യുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന പേപ്പർ കവറല്ലേ, അത് ആ ഒരു ബ്രൗൺ പേപ്പർ കവറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതേപോലെ ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ സാധാരണയായിട്ട് കിട്ടുന്ന മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കിങ്ങനെ എക്സ്പെൻസീവായിട്ടുള്ള പ്രോഡക്റ്റ്സ് വേണമെന്നൊന്നുമില്ല. നമുക്ക് വീട്ടിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ജേർണലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ജേർണലിങ്ങിന് ഇന്ന റൂൾസ് റെഗുലേഷൻസ് അങ്ങനെയൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യുക, അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന എന്ത് മെറ്റീരിയൽസും നമുക്ക് യൂസ് ചെയ്തിട്ട് ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ പ്രിൻ്റ് എടുക്കേണ്ട എന്നുള്ള ആൾക്കാരാണെങ്കിൽ നോക്കി വരക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നോക്കി വരച്ചിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിവിടെ ഓരോ പേജും ചെയ്തേക്കുന്നത്. പേപ്പേഴ്സ് ഇങ്ങനെ എടുത്തിട്ട് ഡയറക്റ്റായിട്ട് സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗി എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇതേപോലെ കീറിയെടുത്ത് നമ്മൾ കൈ കൊണ്ട് കീറിയെടുത്തിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അധികമുള്ള എല്ലാ പേപ്പേഴ്സും ഇങ്ങനെ കീറി യൂസ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഈ ഇംപെർഫെക്ഷൻ ഒരു പ്രത്യേക ഭംഗി എന്നൊക്കെ ഉള്ള പോലെ ഇങ്ങനെ കീറി യൂസ് ചെയ്യുമ്പോൾ അതൊരു വേറൊരു ഭംഗിയാണ് കേട്ടോ. അതൊരു ഭയങ്കര ഒരു എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ട് നമ്മുടെ കണ്ണിന് ഭയങ്കരമായിട്ട് അതങ്ങനെ തോന്നും. ഞാനുണ്ടല്ലോ 2 ദിവസം മുമ്പായിരുന്നു കേട്ടോ നഖം വെട്ടിയത്. അതുകൊണ്ട് എനിക്കിങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ കയ്യിൽ ട്വീസേഴ്സ് ഒന്നുമില്ല എടുത്ത് ഒട്ടിക്കാൻ, കൈ കൊണ്ട് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ ഭാഗത്ത് ഞാൻ കുറേ ഭാഗത്ത് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ സ്റ്റിക്കേഴ്സ് എടുക്കുമ്പോൾ ഇച്ചിരി പാടുപെടുന്നത്. ഇവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരത്തെ തന്നെ കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്തിട്ട് എഴുതാനുള്ളത് എഴുതിയിട്ട് എനിക്ക് എൻ്റെ ഒരു വൈബിന് മാച്ചാകുന്നൊരു കോട്ട് ഞാനിവിടെ എഴുതിയിട്ട് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാണ്. ഡയറക്റ്റ് ഒട്ടിക്കുന്നതിന് പകരം ജസ്റ്റ് എങ്ങനെ ഒട്ടിച്ചാലായിരിക്കും ഭംഗിയുള്ളതെന്ന് വെച്ച് നോക്കിയിട്ട് അതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്.
രണ്ടാമത്തെ പേജ് ഞാൻ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത പേജിലോട്ടേക്ക് പോവാം. ഈ പേജിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇതിൽ ബേസിക്കലി ഇങ്ങനെ നമ്മൾ ബുക്സ്, ഇത് റീഡിങ് ജേണലാണല്ലോ, അപ്പം ഞാൻ വായിക്കുന്ന ബുക്സ് അതിൻ്റെ റേറ്റിംഗ് ഏത് രീതിയിലാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊരു കളർ കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സംഭവം ഞാൻ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന കേട്ടോ. ഇതേപോലെ പിൻട്രസ്റ്റിൽ ഒരു ക്രിയേറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ബേസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. കാരണം വേറെ കുറേയൊക്കെ ഞാൻ കണ്ടേക്കുന്നത് സ്റ്റാർസൊക്കെ വരച്ചിട്ടാണ് കേട്ടോ. പക്ഷേ എനിക്ക് എന്താ പറയുക, ഫ്രീ ഹാൻഡിൽ സ്റ്റാർസ് വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഈ പേജ് എനിക്ക് മൊത്തത്തിൽ ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് വീഡിയോ കട്ടായിപ്പോയി, പകുതിക്ക് വെച്ച് കട്ടായിപ്പോയി. പക്ഷെ അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 5, 4, 3, 2, 1 എന്നുള്ള രീതിയിൽ റേറ്റിംഗ് കൊടുക്കും. എന്നിട്ട് അതിൽ കളർ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അപ്പുറത്ത് ഇങ്ങനെ ബുക്സ് റേറ്റ് ചെയ്യുമ്പം ഈ ഒരു കളർ തീമിലായിരിക്കും ഞാൻ റേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ 3ാമത്തെ പേജ് തീർന്നു. 4ാമത്തെ പേജ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇതിൽ നിന്ന് തന്നെ, ഈ ബുക്കിൽ നിന്ന് തന്നെ ഒരു പേജ് കീറിയിട്ട് ഈ സൈഡിൽ ഒട്ടിച്ച് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തപ്പോഴത്തേക്കും അത് ശരിയായി വന്നില്ല. ഒട്ടിച്ചപ്പം അവിടെ ഇവിടെയൊക്കെ വൃത്തികേടായി. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മൊത്തത്തിൽ കവർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ അതിങ്ങനെ കവർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഈ ബ്രൗൺ പേപ്പർ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇത് ഓൾറെഡി ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു പോയി. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ആലോചിക്കുന്നത് ഈ ബ്രൗൺ പേപ്പർ ഒട്ടിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ 2 പേപ്പർ പിന്നെ ഇങ്ങനെ ഒട്ടിച്ച് വൃത്തികേടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ഞാനത് ഈ ബ്രൗൺ പേപ്പർ അതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിച്ച് ആ വൃത്തികേട് മറച്ചു.
എല്ലാ പേജസിലും വെച്ചിട്ട് എൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പേജാണ് കേട്ടോ ഇതെനിക്ക് ചെയ്യുമ്പം പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇത് ബ്രൗൺ പേപ്പർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തേക്കുന്നൊരു കട്ടിങ് ഇവിടെ ഒട്ടിച്ച് കൊടുത്തു. എന്നിട്ട് ഫുള്ള് സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ അതെനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ചെയ്തപ്പോഴത്തേക്കും. പക്ഷെ എന്നാലും അവസാനം വന്നപ്പോഴത്തേക്കും കുഴപ്പമില്ലാണ്ടായി. എങ്കിലും ഇതെൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പേജാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആലോചിച്ചത് ഒരു 10-15 മിനിറ്റിൽ വീഡിയോ തീർക്കാമെന്നുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു 20-25 മിനിറ്റോളം പോയി. കുറച്ച് ലോങ്ങായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് പറയാം ലോങ് ആവണ്ട എങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പം ഞാൻ ഇനിയുള്ള വീഡിയോസ് കുറച്ച് ലെങ്ത് കുറച്ചിട്ട് ചെയ്തു തരാം. പിന്നെ അല്ല ഇങ്ങനെ തന്നെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇത്ര വരെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇത്ര വരെ നിങ്ങൾ എൻ്റെ വീഡിയോ സമാധാനത്തിൽ നിന്ന് ബോറടിക്കാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബുക്കിൻ്റെ ഇമോജി കമൻ്റായിട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഇത്ര വരെ കണ്ടു, നിങ്ങൾക്ക് കുഴപ്പമില്ല, ഒരു 20-25 മിനിറ്റോളം നിങ്ങൾക്ക് കാണാനും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ വീഡിയോ ചെയ്തോളാം. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ആവുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം കേട്ടോ. ഈ പേജിൽ എനിക്ക് എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഒരു റിയൽ ആയിട്ടുള്ള ഒരു ബുക്ക് ഷെൽഫ്, ഒരു റീഡിങ് കോർണർ സെറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതേപോലെ ഒന്നും വന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ ഇത് ഭയങ്കരമായിട്ട് ഒരു സൈഡ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന പോലെ തോന്നി. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വൈറ്റ് പെന്ന് വെച്ചിട്ട്, ജെൽ പെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ പോലെ ഇട്ട് കൊടുത്തു. പക്ഷേ അതങ്ങനെ ഇതിൽ വീഡിയോയിൽ ഇങ്ങനെ അധികം കാണുന്നില്ല. നമുക്ക് നേരിട്ട് നോക്കുമ്പോഴാണ് കുറച്ചുകൂടെ കുറച്ചുകൂടെ എടുത്ത് കാണുന്നത്. ഇതിലിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ അധികം കാണുന്നില്ല. പിന്നെ ഈ ഒരു സൈഡിൽ സ്റ്റിക്കർ ഒട്ടിച്ചാൽ ഭംഗിയില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞി കോട്ട് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഒരു ബുക്ക് ഷെൽഫിൻ്റെ ഒരു പേജാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ ഇങ്ങനെ ഒരു ഐ ഹാവ് നോ ഷെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു കോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും ഞാനത് ഇവിടെ ഇങ്ങനെ എഴുതി കൊടുക്കുമായിരുന്നു കേട്ടോ ചെയ്താൽ. പിന്നെ ആലോചിച്ചപ്പോഴത്തേക്കും അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നെ കുഴപ്പമില്ല. ഇതിങ്ങനെ ഈ സൈഡ് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഈ ഒരു പോർഷനാണ് കാണുക. അപ്പം അങ്ങനെ കാണുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് തോന്നി.
അങ്ങനെ ഇതും കൂടെ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ നാലാമത്തെ പേജും കംപ്ലീറ്റായി. പിന്നെ വരുന്നത് ഇങ്ങനെ മടക്കി വെക്കുമ്പോഴുള്ള ആ ഒരു പോർഷനാണ്. ആ ഒരു പോർഷനിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് വിടുമ്പോഴത്തേക്കും അത് ഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ChatGPT എടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും ChatGPT ആണ് ഇതേപോലൊരു ഡിസൈൻ കാണിച്ചു തന്നത്. ഇത് ആക്ച്വലി സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നതിന് പകരം എനിക്ക് വരയ്ക്കാനായിരുന്നു ആഗ്രഹം. എനിക്ക് വരയ്ക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ അത് കളർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ഡാർക്കായിട്ടുള്ള ഈ കളർ പെൻസാണുള്ളത്, അപ്പോൾ അത് ഒരു രസം ഉണ്ടാവില്ല അതിൽ യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഇത് സ്റ്റിക്കേഴ്സിൻ്റെ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു പേജ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം അത് പകുതിയിൽ നിന്ന് എൻ്റെ വീഡിയോ വീണ്ടും കട്ടായി, സ്റ്റോറേജ് ഫുള്ളായിട്ട്. ഇത്രയും കാലം എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസമാണ് സ്റ്റോറേജൊക്കെ ഫുള്ളായത്. അപ്പം അങ്ങനെ കട്ടായപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ അത് ചെയ്ത് തരുന്നത് കാണിക്കാൻ പറ്റില്ല. അതായത് ഇതിൽ എഴുതുന്ന കോഡ്സൊക്കെ ഉണ്ട്, അപ്പോൾ ആ കോഡ്സൊക്കെ എഴുതുന്ന കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ അവസാനം ഇതിൻ്റെ ഫുൾ ലുക്ക് കാണിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇതാണ് ഈ ഒരു പേജിൻ്റെ ഒരു ഫുൾ ലുക്ക്, ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് മൊത്തത്തിൽ നമ്മൾ ചെയ്തേക്കുന്ന പേജസിൻ്റെ ഫൈനൽ ലുക്സ് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക കേട്ടോ. ഇനിയും ഒരുപാട് പേജസ് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം ആ ഒരു വീഡിയോസുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.